Myself, Meenu Prasad, M3 SUCM, Department of Civil Engineering, SNIT, Adur. Equipment for dewatering. Dewatering എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ സർഫസ് വാട്ടറിനെ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ ഡീവാട്ടറിങ് എന്ന് പറയുന്നത്. ഡീവാട്ടറിങ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഫോഴ്സ് ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ വാക്യൂം അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ മോഷൻ വഴി നമ്മുടെ സോളിൽ നിന്ന് വാട്ടറിനെ സെപ്പറേറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡീവാട്ടറിങ് എക്യുപ്മെൻറ്റ്സ് ഡിസൈൻ ചെയ്യുന്നത്. ഇത് മോസ്റ്റ് വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റിനാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിൽ അതിൻ്റെ ഡിസ്പോസൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ അതിൻ്റെ റിമൂവൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സർവീസസിനൊക്കെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ഈ ഡീവാട്ടറിങ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മണി സേവ് ചെയ്യാൻ ഒക്കും. Depending on the type of solid and the size of operation, dewatering can be more cost effective than heat drying system for water removal. ഹീറ്റ് ഡ്രൈയിങ് പ്രോസസ്സ് വഴി നമ്മൾ വാട്ടർ റിമൂവ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവാണ് ഡീവാട്ടറിങ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഡീവാട്ടറിങ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഹീറ്റ് ഡ്രൈയിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് മൈക്രോവേവ് ഇതിനൊക്കെ കോസ്റ്റ് ഓഫ് പവർ വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഡീവാട്ടറിങ് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് വാട്ടർ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, മോട്ടർ അല്ലെങ്കിൽ പമ്പ് ഉപയോഗിച്ചായിരിക്കും. സോ കോസ്റ്റ് കൂടുതൽ ഹീറ്റ് ഡ്രൈയിങ് പ്രോസസ്സിനാണ് വരുന്നത്. ഇൻ ആപ്ലിക്കേഷൻ ഡിമാൻഡിങ് വെരി ഹൈ ലെവൽസ് ഓഫ് വാട്ടർ റിമൂവൽ, ഡീവാട്ടറിങ് ഈസ് യൂസ്ഡ് ജനറലി ആസ് എ പ്രിലിമിനറി മെത്തേഡ് ആൻഡ് ഇറ്റ്സ് ഫോളോഡ് ബൈ എ സ്റ്റേജസ് ഓഫ് ഹീറ്റ് ഡ്രൈയിങ് ഓർ ഡൈജഷൻ. നമുക്ക് ഹൈ ലെവൽസ് ഓഫ് വാട്ടർ റിമൂവൽ ആവശ്യമെങ്കിൽ നമ്മൾ ഡീവാട്ടറിങ് എന്ന് പറയുന്നത് പ്രിലിമിനറി മെത്തേഡായിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ഫോളോഡ് ബൈ നമ്മൾ ഡ്രൈയിങ് അല്ലെങ്കിൽ ഡൈജഷൻ സ്റ്റേജിലോട്ട് പോകും. The type of dewatering equipment to be used will depend on the corrosion potential of the material. നമ്മൾ ഡീവാട്ടറിങ് എക്യുപ്മെൻറ്റിൽ യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് കൊറോഷൻ പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽ ആയിരിക്കണം. കാരണം നമ്മൾ എടുക്കുന്ന സ്ലഡ്ജിലൊക്കെ ഹസാഡസ് കണ്ടാമിനൻസ് ഒക്കെ കാണും. അത് നമുക്ക് മെറ്റീരിയൽ കൊറോഡ് ചെയ്യിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കണം ഈ എക്യുപ്മെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡീവാട്ടറിങ് മെത്തേഡ് അല്ലെങ്കിൽ ഡീവാട്ടറിങ് എക്യുപ്മെൻറ്റ്സ് നമുക്കുണ്ട്. സെൻട്രിഫ്യൂഗ്സ്, ഫിൽട്ടർ പ്രസ്സസ്, വാക്യൂം ഫിൽട്ടേഴ്സ്, ഡ്രൈയിങ് ബെഡ്, സ്ലഡ്ജ് ലാഗൂൺസ് ആൻഡ് ഗ്രാവിറ്റി ആൻഡ് ലോ പ്രഷർ ഡിവൈസസ്. ഫസ്റ്റ് വൺ, സെൻട്രിഫ്യൂഗ്സ്. സെൻട്രിഫ്യൂഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളിഡിൽ നിന്ന് ലിക്വിഡിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. എങ്ങനെ, സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് വഴി സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതിലെ സോളിഡ് ഒരു സ്റ്റേഷനറി ഫീഡ് ട്യൂബിലൂടെ ഫീഡ് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ അത് ആക്സിലറേറ്റ് ചെയ്ത് കൺവെയർ ഷാഫ്റ്റിലോട്ട് പോകുന്നു. അത് അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ബൗളിൻ്റെ പെർഫറിയിലോട്ട് പോകുന്നു. ഈ ബൗൾ എന്ന് പറയുന്നത് സ്പിന്നിങ് അറ്റ് എ ഹൈ സ്പീഡാണ്. അങ്ങനെയാണ് അവിടെ നിന്ന് വാട്ടർ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഈ സെപ്പറേറ്റ് ചെയ്യുന്ന ബാക്കി സ്ലഡ്ജിനെ നമ്മൾ അല്ലെങ്കിൽ ആ സോളിഡിനെ നമ്മൾ അടുത്ത ഡ്രൈയിങ് സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്നു. നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന വാട്ടറിനെ ഒരു അഡ്ജസ്റ്റബിൾ വെയർ വഴി അത് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. ഇനി നെക്സ്റ്റ് ആണ് വാക്യൂം ഫിൽട്ടേഴ്സ്. വാക്യൂം ഫിൽട്ടേഴ്സ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് എ വാക്യൂം ടു ഡ്രോൺ ഔട്ട് വാട്ടർ ഫ്രം ദ സോളിഡ്സ്. ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്തായിരിക്കും നമ്മൾ വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇത് ഒരു ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡ്രം ഓവർ വിച്ച് എ ഫിൽറ്റർ മീഡിയം ഈസ് ലേഡ്. ഒരു ഡ്രം കാണും, അതിലാണ് നമ്മൾ ഈ ഫിൽറ്റർ മീഡിയം ഉള്ളത്. ഈ ഡ്രം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെറ്റ് ഇൻ എ ടാങ്ക് വിത്ത് 1 quarter സബ്മേർജ്ഡ് ഇൻ എ കേക്ക് അല്ലെങ്കിൽ സ്ലഡ്ജ്. ഈ ഡ്രം എന്ന് പറയുന്നത് കേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ലഡ്ജിൽ അതിൻ്റെ 1 quarter അത് സബ്മേർജ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വാൽവ്സ്, പൈപ്പൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഇറ്റ് ഈസ് applied to the inner side of a filter medium as the drum rotates slowly. That causes the water to be drawn out from the sludge. Once the drum has lifted the sludge into the atmosphere, the water layer has been drawn at the top of the cake. നമ്മൾ ഈ ഡ്രം ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേക്ക് അല്ലെങ്കിൽ സ്ലഡ്ജിൻ്റെ മുകളിലായിട്ടൊരു വാട്ടർ ലെയർ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ സ്ലഡ്ജിനെ നമ്മൾ സ്റ്റേഷനറി നൈഫ് ബ്ലേഡ് ഉപയോഗിച്ചായിരിക്കും റിമൂവ് ചെയ്യുന്നത്.
Operation cost including sludge condition for the vacuum filtration is much higher than the other process. മറ്റ് പ്രോസസ്സിനെക്കാട്ടിലും ഈ വാക്യൂം ഫിൽറ്റേഴ്സിന് അതിൻ്റെ ഓപ്പറേഷൻ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സീസണൽ കണ്ടീഷൻ, റിക്വയർ എ സ്മോൾ ഏരിയ ആൻഡ് റൺ ആസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇത് സീസണൽ കണ്ടീഷനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സ്മോൾ ഏരിയ മതി, കണ്ടിന്യൂസ് പ്രോസസ്സായിട്ടായിരിക്കും റൺ ചെയ്യുന്നത്. And they can dry solids enough to eliminate the need of subsequent steps such as digestion etc. നമുക്ക് ഇതിലെ ഡ്രൈയിങ് പ്രോസസ്സ് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ആണ് ഫിൽറ്റർ പ്രസ്സസ്. ഫിൽറ്റർ പ്രസ്സസ് എന്ന് പറയുമ്പം ഇതിനകത്ത് ഫോറസ് മീഡിയം കാണും. അതുപോലെ മെക്കാനിക്കൽ പ്രഷർ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ സോളിഡിൽ നിന്ന് ലിക്വിഡിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ രണ്ടും അത് കൂടുതലും പോറസ് പ്ലേറ്റ് കാണും. അത് ഹൈഡ്രോളിക് സിലിണ്ടർ അല്ലെങ്കിൽ അതർ ടൈപ്പ് ഓഫ് പവേർഡ് പിസ്റ്റൺ ഉപയോഗിച്ച് പ്രസ് ചെയ്തായിരിക്കും നമ്മൾ ലിക്വിഡിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സെമി കണ്ടിന്യൂസ് അല്ലെങ്കിൽ ബാച്ച് ഡ്രൈയിങ് പ്രോസസ്സായിട്ടായിരിക്കും. ഡ്രൈയിങ് എഫിഷ്യൻസി വളരെ കൂടുതലാണ് മറ്റ് ഡിവാട്ടറിങ് എക്യുപ്മെൻറ്റിനെക്കാട്ടിലും. അതുപോലെ തന്നെ സ്മോളർ ഏരിയയും ഇതിന് മതി. Cost tend to be very high for the filter process, that is based on the power requirements, maintenance need, use of pre-treatment chemicals. നമുക്ക് ഈ ഫിൽറ്റർ പ്രസ്സിന് യൂസ് ചെയ്യുന്ന പവർ റിക്വയർമെൻറ്റ്സ്, അതുപോലെ മെയിൻ്റനൻസ് നീഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രീ ട്രീറ്റ്മെൻറ്റ് കെമിക്കൽസിൻ്റെ ഒക്കെ കോസ്റ്റ്, ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഫിൽറ്റർ പ്രസ് എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ് കൂടുതലായിരിക്കും. Gravity and low pressure devices. Gravity and low pressure devices എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ഫിൽറ്റർ പ്രസ്സസ്. Also that it is utilized with a combination of gravity drainage and a low pressure pressing devices. ഒരു ലോ പ്രഷർ ബെൽറ്റ് പ്രസ്സസും ഇതിൻ്റെ കൂടെ കാണും along with the gravity bed. ഈ നമുക്ക് വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോ പ്രഷർ ബെൽറ്റ് പ്രസ്സസും ഈ ഗ്രാവിറ്റി ബെഡിൻ്റെ കൂടെ കാണും. And this equipment offers simplicity, low cost, low energy, maintenance cost, small space requirement and little noise. All these factors tend to be convenient for small treatment or operating plant. ഇത്രയും ഫാക്ടേഴ്സ് എല്ലാം എന്തിനാണ്? സ്മോൾ ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്ലാന്റിന് നമുക്ക് ഈ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാൻ ഒക്കുള്ളൂ. However, the solid being treated with these devices require a large doses of chemical conditioners. നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കെമിക്കൽ കണ്ടീഷണേഴ്സിൻ്റെ ഒക്കെ യൂസ് വളരെ കൂടുതലായിരിക്കും ഈ എക്യുപ്മെൻറ്റിൽ. ഡ്രൈയിങ് ബെഡ്. നെക്സ്റ്റ് വൺ ആണ് ഡ്രൈയിങ് ബെഡ്. ഡ്രൈയിങ് ബെഡ് കൺസിസ്റ്റ് ഓഫ് എ പെർഫറേറ്റഡ് ഓർ ഓപ്പൺ ജോയിൻറ്റ് ഡ്രെയിനേജ് പൈപ്പ് ലേഡ് വിത്തിൻ എ ഗ്രാവൽ ബേസ് കവേർഡ് വിത്ത് എ ലെയർ ഓഫ് സാൻഡ്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഗ്രാവലായിരിക്കും, അതിൻ്റെ മുകളിൽ സാൻഡ്, അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ സ്ലഡ്ജ് പ്ലേസ് ചെയ്യുന്നത്. സ്ലഡ്ജ് അതിൻ്റെ ടോപ്പിലായിരിക്കും. ഈ സ്ലഡ്ജ് എന്ന് പറയുന്നത് ഹസാഡസ് മെറ്റീരിയൽസ് ഒന്നും ആയിരിക്കരുത്. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാട്ടർ എങ്ങനെയാണ് പെർക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഗ്രാവൽ വഴി സാൻഡിൽ വഴി പെർക്കുലേറ്റ് ചെയ്ത് പോയി നമുക്ക് വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈ സ്ലഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഈ മുകളിൽ വരുന്ന ക്രാക്കാണ് നമ്മൾ സ്ലഡ്ജ് ഡ്രൈ ചെയ്യുന്ന മനസ്സിലാക്കുന്നത്. Design parameters include the depth of the sludge, moisture content of the sludge, availability of sand area. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഡിസൈൻ പാരാമീറ്റേഴ്സ്. Drying bed are able to achieve very dry cakes for low cost if enough time. ഓക്കെ, നമുക്ക് ടൈം ഒരുപാട് വേണം ഈ ബെഡ് ഡ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ടൈം കൺസ്ട്രെയിൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല ഈ ഒരു പ്രോസസ്സിൽ. And feed is not well digested. Odors can also be a problem during drying. നമ്മുടെ ഈ യൂസ് ചെയ്യുന്ന സ്ലഡ്ജ് എന്ന് പറയുന്നത് ഡൈജസ്റ്റഡ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ ഉണ്ടാവും. അതായിരിക്കും ഇതിൻ്റെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. സ്ലഡ്ജ് ലാഗൂൺസ് എന്ന് പറഞ്ഞാൽ എക്സ്കാവേറ്റ് ചെയ്ത ഏരിയയിൽ നമ്മൾ ഈ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ഡെപ്പോസിറ്റ് ചെയ്യും. അത് മാസങ്ങളും വർഷങ്ങളും എടുത്ത് അത് ഡ്രൈ ചെയ്ത് എടുക്കുന്ന പ്രോസസ്സാണിത്. ഇതിൻ്റെ എക്സ്കാവേറ്റ് ചെയ്യുന്ന ഡെപ്ത് എന്ന് പറയുന്നത് 2 to 6 ഫീറ്റിലായിരിക്കും
അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഈ ഡ്രൈയിങ് പ്രോസസ്, ഈ സോളിഡ് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലാഗൂൺസിൽ നിന്ന് നമ്മുടെ സോളിഡിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്കത് ലെവൽ ചെയ്യാം. ഇതിന് എന്താണ് നമ്മൾ എക്സ്കാവേറ്റ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്, അതുപോലെ തന്നെ അതിന് കുറച്ച് ലാൻഡ് വേണം. ഇതല്ലാതെ അതിന് ഓപ്പറേഷൻ കോസ്റ്റ് ആയിട്ടൊന്നും ഇല്ല. They are very little versatility. However, they are little limited to applications with no drying time constraints. നമുക്ക് ടൈം കൺസ്ട്രെയിൻസ് ഒന്നും ഇല്ലാത്തടത്തെ നമുക്ക് ഈ സ്ലഡ്ജ് ലാഗൂൺസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ഒരുപാട് നാളെടുത്താണ് ഇത് ഡ്രൈ ചെയ്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ സ്ലഡ്ജിൽ ഹസാഡസ് മെറ്റീരിയൽസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ ഹസാഡസ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിനെ അത് കണ്ടാമിനേറ്റ് ചെയ്യും. That's all. Thank you.